ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നേച്ചർ ഫ്രണ്ട്ലിയായിട്ട് ഒരു അടിപൊളി ബൊക്കെ ഉണ്ടാക്കിയാലോ, അതും നമ്മുടെ വാഴയില ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഏതൊക്കെ അളവിലാണ് വാഴയില എടുക്കേണ്ടതെന്നുള്ളത് ഞാനിവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ചെറിയ പീസ് വാഴയില എടുക്കുക. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായിട്ട് ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കുക. അതിനുശേഷം ആദ്യം എടുത്തിട്ടുള്ള വലിയ പീസ് വാഴയില എടുത്തിട്ട് നമ്മളിപ്പോൾ മടക്കി വെച്ചിരിക്കുന്ന ആ ചെറിയ വാഴയിലയുടെ ഉള്ളിലേക്കായിട്ട് ചെരിച്ച് ഇതേ രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി രണ്ടിലയും ചേർത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് രണ്ട് സൈഡിൽ നിന്നും ഉള്ളിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. മടക്കിയെടുത്തതിന് ശേഷം താഴോട്ട് വന്നിരിക്കുന്ന ഇലയുടെ എക്സ്ട്രാ ഭാഗം ഒരു കോൺ പോലെ നമ്മളിപ്പോൾ മടക്കിയതിനെ ഒന്ന് ചുറ്റി മടക്കിയെടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനി എക്സ്ട്രാ വരുന്ന ഇലയുടെ ഭാഗത്തെ മുകളിൽ നിന്നും താഴെ നിന്നുമായിട്ട് ഒരിക്കൽ കൂടി ഈ ഒരു രീതിയിൽ മടക്കി കൊടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം അത് സൈഡിലേക്ക് ചേർത്ത് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യം ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്യാനായിട്ട് നോക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം വാഴയില കീറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി തിന്നായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള വേറെ ഏതെങ്കിലും സ്റ്റിക്ക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മുടെ ബൊക്കെ കുറച്ചും കൂടി ഒന്ന് ക്യൂട്ടാക്കുന്നതിനായിട്ട് നമുക്കിതിലേക്കൊരു ബോ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് വീണ്ടും ചെറിയൊരു പീസ് വാഴയില കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെയും അളവ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ രണ്ടറ്റത്തു നിന്നും സെൻറ്ററിലേക്കായിട്ട് ആദ്യം തന്നെ ഇതേ രീതിയിലൊന്ന് മടക്കി കൊടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഉള്ളിലേക്കായിട്ട് ഇതേ രീതിയിലൊന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ബോ പോലെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി അതിൻ്റെ സെൻറ്ററിൽ നമുക്കൊന്ന് ടൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് വീണ്ടും ചെറിയൊരു പീസ് വാഴയില എടുക്കുക. അളവ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നന്നായിട്ടൊന്ന് ചുറ്റി ടൈ ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു ബോ നമുക്ക് നമ്മുടെ ബൊക്കയിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തെടുത്ത നമ്മുടെ ഈ ക്യൂട്ട് ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇതുപോലെയുള്ള കുട്ടി കുട്ടി ക്രാഫ്റ്റ് ഐഡിയാസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.